NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് പ്രചാരണത്തിനിടെ കണ്ണിന് പരിക്ക്. കുണ്ടറ മുളവനയിൽ പ്രചാരണത്തിനിടെ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ പരിക്കേൽക്കുകയായിരുന്നു. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റ സംഭവത്തിന് പിന്നിൽ CPM എന്ന പരാതി. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിന് പ്രചാരണത്തിനിടെ കണ്ണിന് പരിക്ക്. അയ്യോ, എന്റെ കണ്ണി കുത്തിയേ! അയ്യോ! കുണ്ടറ മുളവനയിൽ പ്രചാരണത്തിനിടെ കൃഷ്ണകുമാറിന്റെ കണ്ണിൽ പരിക്കേൽക്കുകയായിരുന്നു. സ്വീകരണത്തിനിടെ തിക്കിലും തിരക്കിനുമിടയിൽ കൂർത്ത വസ്തു കണ്ണിന്റെ കൃഷ്ണമണിയിൽ കൊണ്ടാണ് പരിക്കേറ്റത്. എന്റെ ഈശ്വര, ഇന്നു മുതൽ ഞാൻ കാന്താരിയാണ് സാർ. കാന്താരിയോ? ആ കണ്ണില്ലാത്ത രാഷ്ട്രർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചില്ലേ കാന്താരി. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് കണ്ണിന് പരിക്കേറ്റ സംഭവത്തിന് പിന്നിൽ CPM എന്ന പരാതി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ CPMനെ കൃഷ്ണകുമാർ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് കൊല്ലം മുളവനയിൽ വെച്ച് കൃഷ്ണകുമാർ ആക്രമിക്കപ്പെട്ടത്. ഞാൻ മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ്. അന്ന് വൈകിട്ട് തന്നെയാണ് കൊല്ലം മുളവനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേൽക്കുന്നതും. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറിനെ ആക്രമിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. പഴയ സ്ഥലത്ത് പോയിരിക്കും. മുളവന സ്വദേശി സനലാണ് പിടിയിലായത്. കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ അബദ്ധത്തിൽ താക്കോൽ കൊണ്ടു എന്ന മൊഴിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ BJP പ്രവർത്തകനായ മുളവന സ്വദേശി സനലിന്റെ കയ്യിലിരുന്ന താക്കോൽ അബദ്ധത്തിൽ കൊണ്ടതാണെന്ന് പോലീസ് കണ്ടെത്തി. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. CPMനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിലായിരുന്നുവല്ലോ NDA സ്ഥാനാർത്ഥിയുടെ ആരോപണം. പക്ഷേ പോലീസ് നടപടി വരുമ്പോൾ BJP പ്രവർത്തകൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. ആയുധം ഉപയോഗിച്ച് ആക്രമിച്ച കുറ്റമാണ് പോലീസ് നിലവിൽ സനലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതെങ്ങനെ മേസ്ത്രി ഉണ്ടായത്? ഞാൻ ഈ പോളിടെക്നിക്കിലൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ സംഭവിച്ചാ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ സത്യം പറയുമെന്താ തല്ലണോ? തല്ലരുത്.